വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ ഒന്നാമത്തെ അധ്യായം അവസാനിക്കാൻ പോവുകയാണ്. We have studied a speech delivered by Christiane Legate. The 3 L's of empowerment. What are the 3 L's? First L is learning, and second L is labor, and third L is leadership. We have studied in detail about the learning and what is the role of learning in empowering the women, and what is the role of labor in empowering the women, and what is the role of leadership in empowering the women. We have studied a good motto, that is dare the difference. If we dare the difference will deliver. നമ്മൾ ഒരു ഡിഫറൻസിനെ നേരിടാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഡിഫറൻസ് ഉണ്ടാവുക തന്നെ ചെയ്യും. That means we should step outside from our comfort zones. അല്ലേ? നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം എന്നർത്ഥം. These ideas have been delivered by Christiane Legate. And who is a Christiane Legate? We know that she was born in Paris. She is the first woman to become the finance minister of G8 economy and to head the International Monetary Fund. Okay, ഇതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അതിലെ ചോദ്യങ്ങൾ തിങ്ക് ആൻഡ് റൈറ്റ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് സ്പീച്ച്. ഈ സ്പീച്ചിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആൻഡ് റൈറ്റ്, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എഴുതുകയും വേണം. ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. ഓക്കെ, യെസ്. ഫസ്റ്റ് ഈസ് the role of educated, empowered women in building a strong nation. What is the role of educated, empowered women in building a strong nation? ഒരു സ്ട്രോങ് നേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ, കരുത്തുറ്റ ഒരു രാജ്യം നിർമ്മിക്കുന്നതിൽ വിദ്യാഭ്യാസം നേടിയ ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പങ്ക് എന്താണ്? ഓക്കെ, we can write it. Okay, എന്തൊക്കെയാ പങ്ക് നമുക്ക് പറയാൻ പറ്റുക? An educated and empowered women can build a strong nation economically. അല്ലേ? സാമ്പത്തികമായിട്ട് ഒരു രാജ്യത്തെ കരുത്തുറ്റതാക്കാൻ പറ്റും. How can we empower? എങ്ങനെയാണ് നമുക്കത് എംപവർ ചെയ്യാൻ പറ്റുക? How can we make a strong nation by economically? By empowering the women. ഒരു സ്ത്രീയെ എംപവർ ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രോങ് നേഷൻ ഉണ്ടാക്കാൻ പറ്റുക? What is the pillars of the strong nation? ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? What are the basics of the strong nation? ഒരു സ്ട്രോങ് നേഷന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് എക്കണോമിക്കൽ ഡെവലപ്മെന്റ്. അല്ലേ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രസംഗത്തിൽ ദർ ഈസ് എ പോയിന്റ്, ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് എ നേഷൻ ഈസ് വിമൺ. നമ്മുടെ പോപ്പുലേഷന്റെ ഹാഫ് ഈസ് വിമൺ, പെണ്ണുങ്ങളാണ്. ആൻഡ് അതർ ഹാഫ് ഈസ് മെൻ. മെൻ ആർ മേക്കിംഗ് ദ GDP ഇൻ അവർ നേഷൻ. നമ്മുടെ രാജ്യത്തിന് മേക്കിംഗ് ആർ കോൺട്രിബ്യൂട്ടിംഗ് their roles in our GDP. നമ്മുടെ GDP-യിൽ ആണുങ്ങൾ അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് the women are not giving the contribution much. വേണ്ടത്ര കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് most of the women are housewife. കൂടുതൽ പെണ്ണുങ്ങളും ഹൗസ് വൈഫാണ്. അപ്പോൾ അവരും കൂടെ, if the women, that is half of the population of our nation, give the contribution to the nation, to the GDP-ക്ക് അവരും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? the strong nation will be built in the world. ലോകത്തൊരു വലിയ രാജ്യം നിർമ്മിക്കപ്പെടും. അപ്പോൾ അതാണ് നമ്മൾ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. ഇനി അതിനപ്പുറത്തേക്ക് നമുക്ക് എഴുതാം. so many examples we have to write it. First is Mary Kom. She is going to in the boxing round in our Olympic. അല്ലേ? നമ്മൾ ഒളിമ്പിക്സിൽ അവള് മെഡൽ നേടാൻ പോവാണ്. അവള് മത്സരിക്കാൻ പോവാണ്, മേരി കോം. അപ്പോൾ മേരി കോമിനെ പറ്റി നമ്മൾ ഹു ഈസ് ദ മേരി കോം ആൻഡ് വാട്ട് ഈസ് ദ ഹിസ്റ്ററി, വാട്ട് ഈസ് ദ ലൈഫ്, അവളുടെ ലൈഫ് എന്താണ്, അവളുടെ ചരിത്രം എന്താണ്, അത് നമ്മൾ നെറ്റിൽ നോക്കാം. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അവള് ശരിക്കും രാജ്യത്തെ ഒരു സ്ട്രോങ് നേഷൻ നിർമ്മിക്കുന്നതിൽ അവളുടെ ഒരു പങ്ക് എന്താണ്? ഇപ്പൊ വേറെ ആൾ പറയുകയാണെങ്കിൽ മീരാഭായ് ചാനു. മീരാഭായ് ചാനു ഹാസ് ഗോട്ട് സിൽവർ മെഡൽ ഇൻ അവർ ഒളിമ്പിക്സ്. അല്ലെ? നമ്മൾ ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട് അവർക്ക്. മീരാഭായിക്ക് ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ വാട്ട് ഈസ് ദ ലൈഫ് ഓഫ് മീരാഭായ് ചാനു? മീരാഭായ് ചാനുവിന്റെ ലൈഫ് എന്താണ്?
how she got the silver medal in our Olympics. എങ്ങനെയാണ് അവൾക്ക് ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ കിട്ടിയത്? അപ്പോൾ വാട്ട് ഈസ് ദ റോൾ ഓഫ് മീരാഭായ് ചാനു ഇൻ ബിൽഡിംഗ് എ സ്ട്രോങ് നേഷൻ? എന്താണ് അവളുടെ റോൾ? അപ്പോൾ ഈ എക്സാമ്പിൾസുകളൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ അത് യു ഷുഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, the role of learning, labor and leadership skills in making a woman liberated. സ്ത്രീയെ ലിബറേറ്റ് ചെയ്യുന്നതിൽ, ലിബറേറ്റ് മീൻസ് മേക്കിംഗ് ഫ്രീഡം, സ്വതന്ത്രമാക്കുന്നതിൽ ലീഡർഷിപ്പ്, ലേബർ, ലേണിംഗ്, ഇതിൻ്റെയൊക്കെ ഈ സ്കില്ലുകളുടെയൊക്കെ റോൾ എന്താണ്? ദാറ്റ് വി ഹാവ് സെറ്റ് ഇൻ അവർ സ്പീച്ച്. അതാണ് ക്രിസ്ത്യാനോ ലെഗാഡെ തൻ്റെ സ്പീച്ചിൽ പറഞ്ഞത്, അല്ലേ? യെസ്. എന്തൊക്കെയാണ്? ലേണിങ്ങിലൂടെ എന്ത് നടക്കും? ലേബർ ഒരു സ്ത്രീ ചെയ്യുന്നതിലൂടെ എന്ത് നടക്കും? ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാകുന്നതിലൂടെ ഒരു പെണ്ണ് എങ്ങനെ സ്വതന്ത്രമാകും? അത് നമ്മുടെ ഈ ഒരു എസ്സേയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭാഷയിൽ നമ്മൾ എഴുതാം. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, women should step outside their comfort zones. Women should step outside. സ്ത്രീകള് should step outside. അവർ പുറത്തേക്ക് കാല് വെക്കണം. Their comfort zones. They should go out of their comfort zones. അവർ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. ഡിസ്കസ്. എന്താണ്? വാട്ട് ഈസ് their comfort zones? What is their comfort zones? Their comfort zones are, they are working in their houses only, not getting more education, and not going to the work outside of the house. വീടിന്റെ പുറത്തേക്ക് അവള് ജോലിക്ക് പോകുന്നില്ല. അവള് വളരെയധികം വിദ്യാഭ്യാസം നേടുന്നില്ല. This is their comfort zones. She should step outside the comfort zones. That means she should go to work. And she would have the development of the economic development. അവൾക്കൊരു സാമ്പത്തികമായ വികാസം ഉണ്ടാകും. അവൾ പുറത്തേക്ക് പോകണം. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവൾക്ക് സാമ്പത്തികമായ വികാസം ഉണ്ടാകും. ആൻഡ് ഷി ഹാസ് ദ സ്കിൽ ഓഫ് ലീഡർഷിപ്പ്. അവൾക്ക് ലീഡർഷിപ്പിന്റെ സ്കില്ലുണ്ട്. ബട്ട് ഷി ഡിഡ് നോട്ട് യൂസ് ഇറ്റ്. ഷി ഡസ് നോട്ട് യൂസ് ഇറ്റ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഷി ഷുഡ് ലീഡ് ദ സൊസൈറ്റി ആൻഡ് ഷി ഷുഡ് യൂസ് ഹെർ leadership skills. ഇത് leadership skills, labor, learning, this will make a woman liberated. ഇതൊരു പെണ്ണിനെ ലിബറേറ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയേണ്ടത് ഇൻ യുവർ ലാംഗ്വേജ്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ, women sometimes lack confidence to match their competence. Comment on the statement. സ്ത്രീകൾ ചില സമയത്ത് അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. To match their competence. അവർക്ക് മത്സരിക്കാൻ ആരുമായിട്ട്? with men. ആണുങ്ങളുമായിട്ട് അവർക്ക് മത്സരിക്കാൻ ചിലപ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. കമന്റ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ടോ? If there is something, the lack of the confidence, then what is the reason? You should write it. എന്താണ് കാരണം? അത് നിങ്ങൾ എഴുതണം. And what is the remedy to give the confidence to the women? സ്ത്രീകൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ നമുക്ക് എന്താ പരിഹാരമുള്ളത്? If we dare the difference, the dare will deliver in our life എന്ന് പറയുന്ന ആ ഒരു മോട്ടോയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് എഴുതേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ വിമൻ? സ്ത്രീകളിൽ എങ്ങനെയാണ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? Okay, these 5 questions I have right here. So you should write down in your notebook the answers of these 5 questions in your own language, not making the copy എടുക്കരുത്. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ തന്നെ എഴുതിയെടുക്കണം. It may be wrong or right. ശരിയാവാം, തെറ്റാവാം. That's not a problem. Okay. So ഇത് നിങ്ങൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇത് നിങ്ങൾ ഒരു വ്യാഴാഴ്ചയാകുമ്പോഴേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരണം. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ചില ആളുകൾ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അത് പറ്റില്ല. 22 പേരാണ് ഇന്ന് നമ്മൾ കണ്ടതായിട്ട് കാണുന്നത്. അപ്പോൾ 22 പേരല്ലല്ലോ നമ്മളുള്ളത്. നമ്മളൊരു 65 വ്യൂസ് നമുക്ക് ഉണ്ടാവണം. കാരണം 65 കുട്ടികൾ നമ്മൾക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർ നിർബന്ധമായിട്ടൊന്ന് കാണണം. ഇനി നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റി 1ലേക്ക് പ്രവേശിക്കുകയാണ്. ആക്ടിവിറ്റി 1 സ്പീച്ച് എന്നുള്ളതാണ്. Can speeches make an impact on the human mind? Speeches make an impact on the human mind. അല്ലേ? പ്രസംഗം നമ്മളെ മനുഷ്യന്റെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ?
Why do we make speeches? Why do we make speeches? For what are these speeches? എന്തിനാണ് ഈ പ്രസംഗങ്ങളൊക്കെ? Here are the excerpts. Excerpts എന്ന് പറഞ്ഞ പ്രസക്തമായ ഭാഗം. Excerpts from the two very well known persuasive speeches. Persuasive means attractive. അപ്പോൾ വളരെ അട്രാക്റ്റീവായ രണ്ട് പ്രസംഗങ്ങൾ, ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള വളരെ അട്രാക്റ്റീവായ രണ്ട് പ്രസംഗം. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് ഐ ഹാവ് എ ഡ്രീം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അത് നടത്തിയത്. This speech was delivered by Martin Luther King, who was awarded the Nobel Prize in 1964. He got the Nobel Prize when? In 1964. 1964 നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ള ആളാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. Has the ability to tailor his speaking style to suit the audience. Has the ability. What's the meaning ability? Able. കഴിയുക അല്ലെ? So ability. Able, it's a verb. And ability is a noun. Then has the ability. അവന് കഴിവുണ്ടായിരുന്നു. To tailor his speaking style. തന്റെ പ്രസംഗത്തിന്റെ സംസാര ശേഷിയെ, ആ ഒരു രീതി അങ്ങനെ തുന്നിപ്പിടിപ്പിക്കാൻ. To suit the audience. To attract the audience. മുന്നിൽ നിൽക്കുന്ന ആളുകളെ ആകർഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. I have a dream is a speech delivered by Martin Luther King Jr. അല്ലെ? നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രസംഗത്തിന്റെ പേര് എന്താണെന്ന് അറിയാം? I have a dream. What's the meaning? I have a dream. Simple. What's the meaning? എനിക്കും ഒരു സ്വപ്നമുണ്ട്. I have a dream is a speech delivered by, കണ്ടോ, speech delivered by, അങ്ങനെ പ്രസംഗം നടത്തപ്പെട്ടു എന്ന് പറയണം. അങ്ങനെ പ്രസംഗം നടത്തി എന്ന് പറയണം. എങ്ങനെ പറയാം? The speech was delivered by Martin Luther King Jr. on 28 August 1963. 1964 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. നമ്മൾ പറയുന്ന ഈ പ്രസംഗം നടക്കുന്നത് 1963 To tens of thousands of black Americans. ആരോടാണ് പ്രസംഗിച്ചത്? To tens of thousands of black Americans. അമേരിക്കക്കാരായ കറുത്ത വർഗ്ഗക്കാരോട്. And others who assembled at Washington. When? Where? At Washington. എവിടെ വെച്ചിട്ടാണ് പ്രസംഗം നടക്കുന്നത്? At Washington. അപ്പോൾ I have a dream എന്ന് പറയുന്നത് it's a speech delivered by Martin Luther King Jr. on 28 August 1963. എവിടെ വെച്ച്? At Washington. To whom? To the black Americans. Understand? അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അമേരിക്കയിലെ വളരെ വലിയ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. Sometimes we might have heard about him അല്ലെ? അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബിൽ മാർട്ടിൻ ലൂതർ കിങ് സ്പീച്ച് ഐ ഹാവ് എ ഡ്രീം എന്ന് അടിച്ചു കൊടുത്താൽ ഈ പ്രസംഗം അവിടെ വരും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ഒരു ശൈലി, റിതം, സ്റ്റൈൽ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗം അന്ന് വിശദമായിട്ട് ഞാൻ ഇങ്ങനെ പറയില്ല, അർത്ഥം ഇങ്ങനെ പറയില്ല. നമ്മൾ ആ പ്രസംഗത്തിന്റെ ഒരു ശൈലി, ഒരു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് അതിന്റെ ആശയമേ ഞാൻ പറയുള്ളൂ. 5 years ago, a great American in whose symbolic shadow we stand signed the Emancipation Proclamation. വളരെ പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങൾ ഞാൻ പറയാം. ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ പ്രഖ്യാപനം. വാട്ട്സ് മീനിങ്? മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോ 5 years ago, 20 കൊല്ലങ്ങൾക്ക് മുന്നേ, 5 കൊല്ലങ്ങൾക്ക്, 1 score year എന്ന് പറഞ്ഞാൽ ഒരു 20 കൊല്ലം നടത്തും. 5 years ago, that means 100 വർഷങ്ങൾക്ക് മുമ്പ്. 20 × 5 എത്രയാ? 1010 അല്ലേ? 5 2 10, സ്വാഭാവികമായിട്ട് 100. 5 years ago, a great American, ഒരു വലിയ അമേരിക്കക്കാരനായ മനുഷ്യൻ, in whose symbolic shadow we stand, അദ്ദേഹത്തിന്റെ പ്രതിമയുടെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രസംഗം എവിടെ നിന്നാണ്? വാഷിംഗ്ടണിൽ വെച്ചുകൊണ്ടാണ്. വാഷിംഗ്ടൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വതന്ത്ര നായകനായ ജോർജ് വാഷിംഗ്ടണിന്റെ പേരിൽ അറിയപ്പെടുന്ന സിറ്റിയാണ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ രാഷ്ട്രപിതാവായ ജോർജ് വാഷിംഗ്ടണിന്റെ പേരിൽ അറിയപ്പെടുന്ന സിറ്റിയാണ് വാഷിംഗ്ടൺ. അവിടെ ജോർജ് വാഷിംഗ്ടണിന്റെ ഒരു വലിയ പ്രതിമയുണ്ട്, സിംബോളിക് ഷാറ്റ്. അതിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൈൻഡ് ദ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം സൈൻ ചെയ്തു. 100 years later, the life of the Negro is still sadly crippled
by the manacles of segregation and the chains of discrimination. 100 years later, the Negro lives on a lonely island of poverty in the midst of the vast ocean of material prosperity. We have come here today to dramatize an appalling condition. 100 years later, 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 100 വർഷങ്ങൾക്ക് ശേഷം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഒപ്പിട്ടു. 100 വർഷങ്ങൾക്ക് ശേഷം the life of the Negro is still sadly crippled. Cripple എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുക, ബന്ധിക്കപ്പെടുക, ചങ്ങലക്കിടുക, ഇഴഞ്ഞു നീങ്ങുക എന്നൊക്കെ അർത്ഥം. നീഗ്രോയുടെ ജീവിതം ഇപ്പോഴും ചങ്ങലക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ബൈ ദ മെനാക്കിൾസ് ഓഫ് സെഗ്രിഗേഷൻ, അകറ്റുനിർത്തലിന്റെ ദുരന്തങ്ങളാൽ. മെനാക്കിൾസ് മീൻസ് ദുരന്തം. ബൈ ദ മെനാക്കിൾസ് ഓഫ് സെഗ്രിഗേഷൻ, സെഗ്രിഗേഷൻ മീൻസ് സെപ്പറേഷൻ, ആൻഡ് ദ ചെയിൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം. യു ആൻഡ് ഐ, നീ ഞാൻ എന്നൊക്കെ പറയുന്നത് അല്ലെ. നീ കറുത്ത വർഗക്കാരനാണ്, അതുകൊണ്ട് അവിടുന്ന് അമേരിക്കയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ കറുത്ത വർഗക്കാരന് വെളുത്ത വർഗക്കാരന്റെ ഹോട്ടലിൽ ചെല്ലാൻ പാടില്ല. മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ബോക്സിംഗ് ചാമ്പ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുഹമ്മദ് അലി ബോക്സിംഗ് ചാമ്പ്യനാണ്. അദ്ദേഹം ലോക ബോക്സിംഗ് ചാമ്പ്യൻ കിരീടം നേടി ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള വെളുത്ത വർഗക്കാരൻ വന്നിട്ട് പറഞ്ഞു, there is no entry for the black Americans. ബ്ലാക്കിന് ഇവിടെ കടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം തൻ്റെ ആ ലോക കിരീടം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെയാണ് കണക്ക്. പിന്നീട് തൻ്റെ സുഹൃത്തിൽ നിന്ന് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുകയും there is no such discrimination in Islam, ഇസ്ലാമിൽ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മതം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്പൊ ഇപ്പോഴും നീഗ്രോ ആ ഒരു തടവറയിലാണ്. ഇത് ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ അമേരിക്കയിൽ അങ്ങനെയല്ല, എന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 100 years later, 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ the Negro lives on a lonely island of poverty. നീഗ്രോ ഇപ്പോഴും ജീവിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ ഏകാന്തമായ ദ്വീപിലാണ്. ലോൺലി ഐലൻഡ് ഓഫ് പോവേറ്റി. പോവേറ്റി മീൻസ് ദാരിദ്ര്യം. ദാരിദ്ര്യത്തിന്റെ ഏകാന്തമായ ദ്വീപിലാണ്. ഇൻ ദ മിസ്റ്റ് ഓഫ് വാസ്റ്റ് ഓഷ്യൻ ഓഫ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി. മെറ്റീരിയൽ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള സമ്പന്നത. ഭൗതിക സമ്പന്നതയുടെ വിശാലമായ സമുദ്രത്തിന്റെ മധ്യത്തിൽ, ഭൗതിക സമ്പന്നതയുടെ വിശാലമായ സമുദ്രത്തിന്റെ മധ്യത്തിൽ ദാരിദ്ര്യത്തിന്റെ ദ്വീപിലാണ് നീഗ്രോ ഇപ്പോഴും ജീവിക്കുന്നത്. We have come here today. നമ്മളിവിടെ വന്നത് to dramatize an appalling condition. ഈ ഒരു കഷ്ടപ്പാടം നിറഞ്ഞ ഒരു അവസ്ഥ ലോക ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. We have come to this hallowed spot to remind America of the fierce urgency of now. We have come to this hallowed spot. നമ്മൾ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് വന്നത് to remind America, to say to America, അമേരിക്കയോട് പറയാൻ വേണ്ടിയിട്ടാണ്. Of the fierce urgency of now. ഇപ്പോഴത്തെ അടിയന്തരമായ ഒരാവശ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒഴിഞ്ഞ പ്രദേശത്ത് വന്നത്. Now is the time to make real promises of democracy. Now is the time to rise up from the dark and desolate valley of segregation to the sunlight paths of racial justice. Now is the time, ഇപ്പോഴാണ് സമയം, to make real promises of democracy. ഡെമോക്രസിയുടെ യഥാർത്ഥ പ്രോമിസസുകളെ, യഥാർത്ഥ വാഗ്ദാനങ്ങളെ മുന്നോട്ട് വെക്കേണ്ട സമയം ഇപ്പോഴാണ്. Now is a time to rise from the dark. ഇരുട്ടിൽ നിന്ന് ഉദിച്ചുയരേണ്ട സമയം ഇതാണ്. And desolate valley of segregation. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സെഗ്രിഗേഷന്റെ, ഈ ഡിസ്ക്രിമിനേഷന്റെ, വിവേചനത്തിന്റെ താഴ്വാരങ്ങളെ നിങ്ങൾ തച്ചുടക്കുകയും ചെയ്യണം. To the sunlight path of racial justice. വർഗീയമായ വംശപരമായ നീതിയുടെ സൂര്യപ്രകാശത്തിലേക്ക് നിങ്ങൾ ഈ ജനതയെ ഉയർത്തിക്കൊണ്ടുവരണം. I have a dream today. I have a dream today. എനിക്കിന്ന് നല്ല ഒരു സ്വപ്നമുണ്ട്. I have a dream that one day every valley shall be exalted. I have a dream. എനിക്കൊരു സ്വപ്നമുണ്ട് that one day, ഒരു ദിവസം, every valley should be exalted. എല്ലാ താഴ്വാരങ്ങളും എക്സാൽട്ട് ചെയ്യപ്പെടും. And every hill and mountain shall be made low. എല്ലാം പർവ്വതങ്ങളും കുന്നുകളും തല താഴ്ത്തി നിൽക്കേണ്ടി വരും. The rough places will be made plain. അങ്ങനെയാണല്ലോ,
വളരെ റഫായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതൊക്കെ നല്ല സുഖകരമായിട്ട് സ്ഥലമായിട്ട് മാറും. ആൻഡ് ക്രൂക്ഡ് പ്ലേസസ് വിൽ ബി മെയ്ഡ് സ്ട്രൈറ്റ്. വളഞ്ഞു പിളഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ, ക്രൂക്ഡ് പ്ലേസസ്, വളഞ്ഞ പ്രദേശം, വളഞ്ഞ പ്രദേശങ്ങളൊക്കെ നേരെയാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി റിവീൽഡ്. അന്ന് ദൈവത്തിന്റെ പ്രഖ്യാപനം ഇവിടെ ഉണ്ടാവും. റിവീൽഡ് എന്ന് പറഞ്ഞ വ്യക്തമാക്കപ്പെടുക എന്നർത്ഥം. And all flesh shall see it together. And all flesh means all men shall see it together. അതിനെ ഒരുമിച്ച് നിന്ന് കാണും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. That is I have a dream. അതാണ് എൻ്റെ ഒരു സ്വപ്നം. This is our hope. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. And this is a faith. ഇതാണ് വിശ്വാസം. That I go back to south with. ഞാൻ സൗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. അപ്പോ ഇതൊരു പ്രസംഗമാണ്. നമുക്ക് മറ്റൊരു പ്രസംഗം കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇത് മാർക്ക് ആന്റണി നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാൾ വലിയ നാടകകൃത്തായിരുന്നു. അയാളുടെ ഒരു നാടകമാണ് ജൂലിയസ് സീസർ എന്ന് പറയുന്നത്. അപ്പൊ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഇയാളെ രാജാവാണ്. അയാളുടെ കൂടെ നിൽക്കുന്ന അയാളുടെ മന്ത്രിയായിട്ടുള്ള ആളുകളാണ് ബ്രൂട്ടസ്. അതിന്റെ കൂടെ നിൽക്കുന്ന വേറൊരാളാണ് മാർക്ക് ആന്റണി. ബ്രൂട്ടസും ഷേക്സ്പിയറും ജൂലിയസ് സീസറും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ബ്രൂട്ടസിനെ സ്വാധീനിച്ചുകൊണ്ട് ജൂലിയസ് സീസറോട് എതിരഭിപ്രായം ഉണ്ടായിരുന്ന ചില സെനറ്റുകൾ ബ്രൂട്ടസിനെ സ്വാധീനിച്ചുകൊണ്ട് ജൂലിയസ് സീസറെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജൂലിയസ് സീസർ ഈ കോൺസ്പിറസി കൂടിയിട്ടുള്ള ആളുകളെയൊക്കെ സദ്യക്ക് വേണ്ടി ക്ഷണിച്ചു. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തർക്കമുണ്ടാക്കി. ആ തർക്കത്തിൽ ഓരോരുത്തരും വന്ന് ജൂലിയസ് സീസറെ കുത്തിക്കൊല്ലുകയാണ്. എല്ലാവരും വന്ന് കുത്തി. ആ കുത്തിയ കൂട്ടത്തിൽ അവസാനം വന്ന് കുത്തിയയാൾ ബ്രൂട്ടസ് ആയിരുന്നു. ബ്രൂട്ടസ് തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. ബ്രൂട്ടസ് ഇത് കുത്തിയത് കണ്ടപ്പോ ജൂലിയസ് സീസർ ലോകപ്രസിദ്ധമായൊരു വാക്ക് പറഞ്ഞു. ഓ ബ്രൂട്ടസ് യു ടു, ഓ ബ്രൂട്ടസ് യു ടു. ബ്രൂട്ടസെ, നീയും കൂടെ ചെയ്തടാ ഇത് എന്ന് ചോദിച്ചു. നിന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതായിരുന്നു ജൂലിയസ് സീസറിന് ഏറ്റവും വേദനയുള്ള കുത്ത്, തന്റെ സുഹൃത്ത് കുത്തിയത്. വിഷയങ്ങളൊക്കെ കഴിഞ്ഞു. ജൂലിയസ് സീസർ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന അർത്ഥത്തിൽ ബ്രൂട്ടസ് ഒരു വലിയ പ്രസംഗം നടത്തി. അത് കേട്ട് ആളുകളൊക്കെ പറഞ്ഞു, ജൂലിയസ് സീസർ കൊല്ലപ്പെടേണ്ട വേണം. രാജാവായിരുന്നു, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു, സ്വീകരിച്ചിരുത്തിയ ഒരാളായിരുന്നു. പക്ഷെ ജൂലിയസ് സീസർ കൊല്ലപ്പെടേണ്ട ഒരാളാണ് എന്ന് ബ്രൂട്ടസിന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങൾ വിശ്വസിച്ചു. ഇത് കേട്ടിട്ടാണ് മന്ത്രിയായ മാർക്ക് ആന്റണി വരാൻ പോകുന്നത്. മാർക്ക് ആന്റണി അടുത്ത പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗം കഴിഞ്ഞതോടുകൂടെ എല്ലാവരും പറഞ്ഞു, ജൂലിയസ് സീസർ കൊല്ലപ്പെടേണ്ട ആളല്ല, ബ്രൂട്ടസ് ആണ് കൊല്ലപ്പെടേണ്ടത്. ഒരു പ്രസംഗത്തിന്റെ മാറ്റമാണത്. ദിസ് ഈസ് ദി ചേഞ്ചിങ് ഓഫ് ദ മൈൻഡ് ഓഫ് എ സ്പീച്ച്. ഒരു സ്പീച്ച് നടത്തിയിട്ടുള്ള ഒരു മനസ്സിന്റെ മാറ്റം. അപ്പൊ മാർക്ക് ആന്റണിയുടെ ആ ഒരു പ്രഭാഷണമാണ് നമ്മളോട് വരുന്നത്. I come to bury Caesar, not to praise him. The evil that men do lives after them. He was my friend, faithful and just to me. But Brutus says he was ambitious, and Brutus is an honorable man. When that poor cow cried, Caesar hath wept. Ambition should be made a stern stuff. I come to bury Caesar. ഞാൻ ഇവിടെ വന്നത് സീസറിനെ കുഴിച്ചിടാനാണ്. Not to praise him. അദ്ദേഹത്തെ സ്തുതിക്കാനല്ല, കുഴിച്ചിടാനാണ്. The evil that men do lives after them. The evil, തിന്മകൾ that men do, മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മകൾ ഉണ്ടല്ലോ, അത് lives after them, അവർക്ക് ശേഷവും ജീവിച്ചിരിക്കും. മനുഷ്യന്മാർ ചെയ്ത ചില തിന്മകൾ അവർക്ക് ശേഷവും ഈ ലോകത്ത് ജീവിച്ചിരിക്കും. He was my friend. സീസർ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനായ ഒരാളായിരുന്നു. And just to me, എന്നോട് മാത്രം. എനിക്കറിയില്ല, എന്നോട് മാത്രം, എനിക്ക് അങ്ങനെയായിരുന്നു. But Brutus says he was ambitious. പക്ഷെ ബ്രൂട്ടസ് പറയുന്നത് എന്താണെന്ന് അറിയാം? He was ambitious. അവൻ ആർത്തിയുള്ളവനായിരുന്നു എന്നാണ്. And Brutus is an honorable man. ഒരു സംശയം വേണ്ട കേട്ടോ. Brutus is an honorable man. ബ്രൂട്ടസ് ഒരു honorable man ആണ്. വളരെ വിശ്വസ്തനായ, ആദരണീയനായിട്ടുള്ള ഒരാളാണ്. When that poor cow cried. എത്രയാണ് ചോദിച്ചാൽ, when that poor cow cried, ആ പാവപ്പെട്ട മനുഷ്യന് കരഞ്ഞാൽ, Caesar hath wept. സീസറും കരയും. അങ്ങനെ ഉണ്ടായിരുന്നു. അംബീഷ്യസ് ഷുഡ് ബി മെയ്ഡ് എ സ്റ്റേൺ സ്റ്റഫ്. ഒരാൾ അംബീഷ്യസ് ആണ്, ആർത്തി പിടിച്ച ഒരാളാണെന്ന് പറയുകയാണെങ്കിൽ അയാൾ സ്റ്റഫായിട്ട് അങ്ങനെ നിൽക്കണം. എന്തു വന്നാലും അയാൾ കരയില്ല, എന്തു വന്നാലും അയാൾക്ക് പ്രശ്നമില്ല. പക്ഷെ അങ്ങനല്ല, അയാൾ കരയാറുണ്ട്. യു ഓൾ ഡിഡ് സീ ദാറ്റ്
on the lupercal. I thrice presented him a kingly crown. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നമ്മുടെ രാജകിരീടധാരണത്തിന്റെ ദിവസം, ലുപ്പേക്കൽ കിരീടധാരണ ദിവസം, I thrice presented him a kingly crown. ഞാൻ അദ്ദേഹത്തിന് 3 തവണ, ഒരു സീസറിന് 3 തവണ രാജാവിന്റെ കിരീടം ഞാൻ കൊടുത്തു. which he did thrice refuse. ഈ 3 തവണയും അയാൾ അത് നിഷേധിച്ചു. refuse. was his ambition? ഇത് ambition ആണോ? ആർത്തി പിടിച്ച ഒരാളായിരുന്നെങ്കിൽ ആ കിരീടം പെട്ടെന്ന് എടുത്ത് തലയിൽ വെക്കൂലേ? യെസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു ഹി വാസ് ambitious. അയാൾ ambitious ആയിരുന്നു എന്ന് ബ്രൂട്ടസ് പറയണം. ആൻഡ് ഷുവർ, ഒരു കാര്യം ഉറപ്പാട്ടോ, ഹി ഈസ് an honorable man. ബ്രൂട്ടസ് ഹോണറബിൾ മാൻ ആണ്. ഈ പ്രസംഗം കഴിഞ്ഞതോടുകൂടി, ഈ പ്രസംഗം കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറെ ഉണ്ട്, ലാസ്റ്റ് വരെ പറയും, 4-5 പേജ് ഉണ്ട്. അതങ്ങോട്ട് കഴിഞ്ഞതോടുകൂടെ ജനങ്ങൾ കംപ്ലീറ്റ് ബ്രൂട്ടസിനെ നേരെ തിരിഞ്ഞ് ഓടിച്ചിട്ട് കൊന്നു എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു ഓഡിയോ വേഷം നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അത് നമ്മളെ യൂട്യൂബിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കേൾക്കാൻ പറ്റും. കേട്ടു നോക്കൂ എങ്ങനെയാണ് ആ പ്രസംഗത്തിന്റെ ഒരു അർത്ഥം അറിഞ്ഞിട്ടില്ല എന്നൊരു വിഷയമല്ല, ആ പ്രസംഗത്തിന്റെ ഒരു ആഴം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഡു യു റിമെമ്പർ എനി സച്ച് ഫേമസ് സ്പീച്ച്? ഞാൻ അടുത്ത ചോദ്യം ഇതാണ്. ഡു യു റിമെമ്പർ എനി സച്ച് ഫേമസ് സ്പീച്ച്? Did you ever hear a famous speech? ഒരു വലിയ പ്രസംഗം അങ്ങനെ കേട്ടിട്ടുണ്ടോ? If so, അങ്ങനെയാണെങ്കിൽ provide the following details. താഴെ പറയുന്ന ഡീറ്റെയിൽസ് എന്ന് പറയാൻ പറ്റും. Who delivered it? ആരാ പ്രസംഗം പറഞ്ഞത്? What was the occasion? എന്തായിരുന്നു ഇതിന്റെ സന്ദർഭം? When was it delivered? എപ്പോഴാണ് അത് ഡെലിവർ ചെയ്തത്, പറഞ്ഞത്? What was the purpose of the speech? ആ സ്പീച്ചിന്റെ ഉദ്ദേശ്യം എന്താണ്? Who were the audience? ആരായിരുന്നു ഓഡിയൻസ്? How was it presented? എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്തത്? അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനോ ലെഗാർഡിന്റെ ഒരു സ്പീച്ച് കണ്ടു. ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന ഒരു സ്പീച്ച് കണ്ടു. മാർക്ക് ആന്റണിയുടെ, ഷേക്സ്പിയറുടെ ജൂലിയസ് സീസറിനെ സംബന്ധിച്ചുകൊണ്ടുള്ള മാർക്ക് ആന്റണിയുടെ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. ഇനിയാണ് പണി. ഇനി നമ്മളൊരു പ്രസംഗം ഉണ്ടാക്കണം. ക്രിസ്ത്യാനോ ലെഗാർഡ് സജസ്റ്റ് വേരിയസ് മീൻസ് ഓഫ് എംപവറിംഗ് വിമൺ. ക്രിസ്ത്യാനോ ലെഗാർഡ് ഒരുപാട് എംപവറിംഗ് വിമൺ, സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. She persuasively insists on the idea that women should think and act independently. അവൾ നിരന്തരം പറയുന്ന ഒരു കാര്യം, women should think. Think means ആലോചിക്കുക. Women should think. സ്ത്രീകൾ ആലോചിക്കുക തന്നെ വേണം. And act and work independently. Independently means freedom. Free ആയിട്ട് വർക്ക് ചെയ്യണം. ആ ഒരു ഐഡിയയാണ് എപ്പോഴും ക്രിസ്ത്യാനോ ലെഗാർഡ് പറയുന്നത്. Keeping this in your mind. നിങ്ങളുടെ മൈൻഡിൽ ഇത് വെച്ചുകൊണ്ട് prepare a script of a persuasive speech on the topic. Education is the key to women empowerment. സ്ത്രീ ശാക്തീകരണത്തിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ടോപ്പിക്കിൽ ഒരു പ്രസംഗം തയ്യാറാക്കണം. To be delivered at the school assembly. സ്കൂൾ അസംബ്ലിയിൽ ഡെലിവേർഡ് ചെയ്യാനുള്ളതാണ്. on International Women's Day, March 8. അന്താരാഷ്ട്ര സ്ത്രീ ദിനത്തിൽ. അപ്പൊ നമ്മൾ എന്തൊക്കെ ആദ്യം നമ്മൾ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം. ഇപ്പോൾ നമ്മളെ കൂട്ടത്തില് ഒരു അസംബ്ലിയിലാണ് നമ്മൾ ഈ പ്രസംഗം നടത്താൻ പോകുന്നത്, അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ആദ്യം അവരെ ഗുഡ് മോർണിംഗ് ഒന്ന് അഡ്രസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലേ? ടീച്ചർമാരുണ്ടാകും. അപ്പോൾ ആദരണീയരായ ടീച്ചർ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ അഡ്രസ് ചെയ്യുന്നു, ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഏത് സമയത്താണ് നമ്മൾ ഈ പ്രസംഗം നടത്തുന്നത് എന്ന് പറയണം, അല്ലേ? ഐ എം വെരി ഹാപ്പി ടു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെലിവർ എ സ്പീച്ച്. ഐ എം വെരി ഹാപ്പി. അർത്ഥം പറയേണ്ട കാര്യമില്ല. ഐ എം വെരി ഹാപ്പി ടു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. മുമ്പ് ഇതിന്റെ പ്രസംഗം നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ടു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടിയതിൽ. ടു ഡെലിവർ എ സ്പീച്ച്, ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാൻ. And the topic, on the topic, education is the key women empowerment. Education is the key to women empowerment. On International Women's Day, March 8. But today is March 8, International Women's Day. So this topic is very relevant. കാരണം ഈ ടോപ്പിക് വളരെ റെലവെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പേജ് പ്രസംഗം നമ്മൾ തയ്യാറാക്കുക. അവസാനം എന്താണ്? താങ്ക് യു, അല്ലേ? വെരി മച്ച്, വളരെയധികം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കണം.
ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം. വ്യാഴാഴ്ചയാണ് എനിക്ക് കാണിച്ചു തരേണ്ടത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠം പറയാം. ഓക്കെ, റൈറ്റ്. അതുവരെ താങ്ക് യു.